നമസ്കാരം, എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാർഡ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, സെക്കൻഡ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ആയിട്ട് റീഡിംഗ് നോക്കാം. ഫസ്റ്റ് കാർഡ് എംപറർ, സെക്കൻഡ് എംപ്രസ്, തേർഡ് കിങ് ഓഫ് കപ്സ്. ഈ 3 കാർഡുകളുടെ കോമ്പിനേഷൻ അധികാരം, ഘടന, ഇമോഷണൽ ബാലൻസ് എന്നിവയുടെ ശക്തമായൊരു കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. നേതൃത്വം, ക്രിയേറ്റിവിറ്റി, വൈകാരിക പക്വത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണലും തൊഴിൽപരമായ ജീവിതത്തിൽ കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഈ ആഴ്ച ഉണ്ടാകും എന്നീ 3 കാർഡുകൾ കാണിക്കുന്നു. എംപറർ കാർഡ് അധികാരം, അച്ചടക്കം, നിയന്ത്രണം എന്നിവയെ കാണിക്കുന്നു. അടുത്ത ആഴ്ച നിങ്ങൾ ഒരു നേതൃസ്ഥാനത്തേക്ക് ചുവടുവെക്കുകയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന വശങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കാം. അവിടെ നിങ്ങൾ വ്യക്തമായ തീരുമാനമെടുക്കലും ദൃഢനിശ്ചയവും നടത്തേണ്ടതുണ്ട്. എംപ്രസ് കാർഡ് ക്രിയേറ്റിവിറ്റി, സമൃദ്ധി, ഗ്രോത്ത് എന്നിവയെ കാണിക്കുന്നു. എംപറർ കാർഡുമായി ചേർന്ന് വന്നതുകൊണ്ട് ഘടനയും അച്ചടക്കവും പ്രധാനമാണെങ്കിലും ഈ ആഴ്ച നിങ്ങൾ ജീവിതത്തിൻ്റെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതും ക്രിയേറ്റീവുമായുള്ള വശങ്ങൾ സ്വീകരിക്കണമെന്ന് ഈ കാർഡ് നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ക്രിയേറ്റീവായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വളരെ നല്ല ആഴ്ചയായിരിക്കും. കിങ് ഓഫ് കപ്സ് അനുകമ്പ, ഇമോഷണൽ ബാലൻസ്, പക്വത എന്നിവയെ കാണിക്കുന്നു. ഈ ആഴ്ച നിങ്ങളുടെ ഇമോഷൻസിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും ശാന്തതയോടും ധാരണയോടും കൂടി സാഹചര്യങ്ങളെ സമീപിക്കുകയും വേണം. ബന്ധങ്ങളിലോ ജോലി സാഹചര്യങ്ങളിലോ നിങ്ങൾ മാർഗനിർദ്ദേശം നൽകുകയോ മധ്യസ്ഥത വഹിക്കുകയോ ചെയ്യേണ്ടതായി വന്നേക്കാം. ഈ ആഴ്ച നിങ്ങൾ ചുമതല ഏറ്റെടുക്കാനും കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുകയോ മറ്റുള്ളവരെ പരിപാലിക്കുകയോ സ്വയം സ്നേഹിക്കുകയും റിലേഷൻഷിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വളർച്ചയ്ക്കുള്ള സമയമാണിത്. നിങ്ങളുടെ കരിയറിൽ നേതൃത്വത്തിനോ പ്രധാനപ്പെട്ട ജോലികൾ കൈകാര്യം ചെയ്യാനോ ഈ ആഴ്ച അവസരങ്ങൾ കൊണ്ടുവന്നേക്കാം. നിങ്ങൾ അച്ചടക്കം ക്രിയേറ്റിവിറ്റിയുമായി സന്തുലിതമാക്കേണ്ടതുണ്ട്. വർക്ക് പ്രോജക്റ്റുകൾ തന്ത്രപരമായ ആസൂത്രണത്തിൽ നിന്നും നൂതന ആശയങ്ങളിൽ നിന്നും പ്രയോജനം നേടുമെന്ന് ഈ കാർഡ് കാണിക്കുന്നു. പക്വതയോടെ മറ്റുള്ളവരെ നയിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഒരു വിലപ്പെട്ട സമ്പത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്നതിനോ ഇമോഷണൽ സപ്പോർട്ട് നൽകുന്നതിനോ നിങ്ങൾ ഈ ആഴ്ച സമയം കണ്ടെത്തിയേക്കാം. വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നയാളെന്നോ ഉള്ള ഒരു സന്ദേശം കൂടെ ഇതിലുണ്ട്. ചുമതല ഏറ്റെടുക്കാനും നയിക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുമുള്ള നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം പുലർത്തുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് സെറ്റിനെ ക്രിയേറ്റീവായി പരിപോഷിപ്പിക്കുന്നതുമായ സമീപനത്തിലൂടെ ബാലൻസ്ഡ് ആക്കുക. ശാന്തമായും അനുകമ്പയോടെയും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് തുടരുക. ആവശ്യമുള്ളിടത്ത് പിന്തുണ വാഗ്ദാനം ചെയ്യുക, എന്നാൽ നിങ്ങളുടെ ഇമോഷണൽ ബൗണ്ടറി നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ഒരു ആഴ്ചയായിരിക്കും ഇത്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ആയ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ആയ റീഡിംഗ് വീൽ ഓഫ് ഫോർച്യൂൺ, ജസ്റ്റിസ്, 6 ഓഫ് കപ്സ് എന്നീ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ 3 കാർഡുകളുടെ കോമ്പിനേഷൻ നിങ്ങളുടെ ഈ ആഴ്ച മാറ്റത്തിൻ്റെയും കർമ്മ ബാലൻസിനും നിങ്ങളുടെ പഴയ കാലത്തിൻ്റെ പ്രതിഫലനത്തിനുമുള്ള അവസരങ്ങളാൽ നിറയുമെന്ന് സൂചിപ്പിക്കുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ വിധി, പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയെ കാണിക്കുന്നു.
നല്ലതോ ചീത്തയോ ആയ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള അവസരമോ ദിശയിലെ മാറ്റമോ ആയിരിക്കാം ഇത്. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ എത്തിയിരിക്കേണ്ട സ്ഥലത്തേക്ക് അവ നിങ്ങളെ നയിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് പ്രവർത്തനങ്ങളുടെയും പഴയകാല പരിശ്രമങ്ങളുടെയും ഫലം ഈ ആഴ്ച ലഭിക്കാൻ തുടങ്ങുമെന്ന് അറിയുക. ജസ്റ്റിസ് കാർഡ് നീതി, സത്യസന്ധത, കാർമിക് ബാലൻസ് എന്നിവയുടെ കാർഡാണ്. ന്യായവും സമനിലയും സത്യസന്ധതയും നിർണായകമാകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കാമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അടുത്തയാഴ്ച നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതോ മുൻകാല പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ ആയ ഒരാഴ്ചയായേക്കാം. നിങ്ങൾ എന്താണോ ലോകത്തിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. നീതിയും സത്യവും വിജയിക്കുമെന്നും ഈ കാർഡ് ഊന്നി പറയുന്നു. അതിനാൽ ഏത് തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും സമഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണ്. 6 ഓഫ് കപ്സ് നൊസ്റ്റാൾജിയയുടെയും ഓർമ്മകളുടെയും ഭൂതകാലവുമായ ബന്ധങ്ങളുടെയും ഒരു കാർഡാണ്. ഈ ആഴ്ച നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളോ ആളുകളോ വികാരങ്ങളോ നിങ്ങളെ വീണ്ടും സന്ദർശിക്കുന്നതായി ഈ കാർഡ് സൂചിപ്പിക്കുന്നു. പഴയ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ നിങ്ങളുടെ മുൻകാല ജീവിതത്തിൻ്റെ ആരെങ്കിലുമായോ വീണ്ടും ബന്ധപ്പെടുന്നതിന് ഈ കാർഡ് അർത്ഥമാക്കാം. നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ആ പാഠങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായ അവസരങ്ങൾക്കോ ഷിഫ്റ്റുകൾക്കോ തയ്യാറാകുക. വിധി നിങ്ങൾക്ക് ഒരു അവസരം കൊണ്ടുവന്നേക്കാം. ജീവിതത്തിൻ്റെ ഒഴുക്കിനെ വിശ്വസിക്കുക. നിങ്ങൾ ഈ ആഴ്ച എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ശാശ്വതമായ അനന്തരഫലങ്ങൾ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ സത്യസന്ധതയോടെയും നീതിയോടെയും പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ എന്തെങ്കിലും തർക്കങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ന്യായമായൊരു പരിഹാരം ഈ ആഴ്ച ഉണ്ടായേക്കാം. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ആയ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.